ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകൾ നേടി ഞങ്ങൾ മൂന്നാം ഊഴം ഭരണം ആരംഭിക്കുമെന്ന് വീമ്പിളക്കിക്കൊണ്ട് നടക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ ഉന്നതന്മാരായ നേതാക്കളും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ ആവർത്തിച്ചപ്പോൾ പറയാതെ പറയുന്നു, ഞങ്ങളുടെ ഗവൺമെന്റ് ആയിരിക്കും ഇനിയും 2 മാസങ്ങൾ കഴിയുമ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന്. അതിൻ്റെ മറ്റൊരു സൂചനയായിരുന്നു കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് 58 മിനിറ്റ് മാത്രം നീണ്ട പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത്, ഇത് തൽക്കാലമുള്ള ഒരു ബജറ്റാണ്, ഇടക്കാല ബജറ്റ് എന്ന് സാങ്കേതികമായി പറയുന്നെങ്കിലും ഞങ്ങൾ പൂർണ്ണ ബജറ്റുമായി മടങ്ങി വരുമെന്ന് വളരെ അസാധാരണമായ ആത്മവിശ്വാസത്തോടുകൂടി അവരും പ്രഖ്യാപിക്കുകയുണ്ടായി. ശ്രീമതി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിട്ടുള്ള ഒരു പ്രഖ്യാപനമായി അതിനെ കാണാൻ സാധ്യമല്ല. കാരണം അവർ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുൻനിര മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ. ധനമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ പ്രോട്ടോകോൾ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു പ്രാധാന്യം അനുസരിച്ച് അവരൊക്കെ ആദ്യത്തെ 5 മന്ത്രിമാരുടെയൊക്കെ പട്ടികയിൽ വരുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നാം വായിച്ചെടുക്കേണ്ടത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ അസാധാരണമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. അദ്ദേഹം വളരെ തുടക്കത്തിൽ തന്നെ 1-ാം ഊഴം കഴിഞ്ഞപ്പോൾ തന്നെ ധൈര്യത്തോടുകൂടെ പറഞ്ഞു, ഞങ്ങൾ തന്നെയാണ് 2-ാം ഊഴം. 2-ാം ഊഴത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വളരെ വർദ്ധിച്ചു. ആ ആത്മവിശ്വാസം ഒരളവിൽ അതിര് പോലും ലംഘിച്ച് ധാർഷ്ട്യത്തിലെയും ധിക്കാരത്തിലേക്കും ഒക്കെ പോയി എന്നും നാം കാണേണ്ടതായിട്ടുണ്ട്. കാരണം അധികാരത്തിന്റെ മത്ത് തലയ്ക്ക് പിടിക്കുമ്പോൾ അധികാരികൾ പലപ്പോഴും സ്വയം മറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് 1-ാം സർക്കാരിൽ 2009 കണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ 2014 കണ്ടതായിട്ടുള്ള നരേന്ദ്രമോദി അല്ല ഈ 2019 കണ്ടത് എന്നും നാം കാണണം. അപ്പോൾ സ്വാഭാവികമായി 2024 ആകുമ്പോഴേക്ക് 3-ാം ഊഴത്തിന്റെ സമയമാകുമ്പോൾ അദ്ദേഹം ആദ്യം 2 ഊഴങ്ങളിലും കാട്ടിയതിനേക്കാൾ വളരെ ശക്തമായ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 543 സീറ്റുകളുള്ള ലോക്സഭയിൽ 370 സീറ്റുകൾ കിട്ടുമെന്ന് അവർ കൃത്യമായി പറഞ്ഞ് ജനങ്ങളെ ധരിപ്പിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസത്തിന്റെ അളവ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കാരണങ്ങൾ തേടി പോകുമ്പോൾ ഒരു പക്ഷേ അവരുടെ ആത്മവിശ്വാസം അടിസ്ഥാനം ഇല്ലാത്തതാണെന്ന് പറയുക വയ്യ. എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉണ്ടായിട്ട കാരണങ്ങൾ? അത് വളരെ ഋജുവായി പറഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിലുള്ള ഏകോപനമില്ലായ്മയും അനൈക്യവുമാണ് എന്ന് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറമായി അതിനെ കാണാനാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപാണ് BJP ഹഠാവോ BJP മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ 27 രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് INDIA എന്ന ഒരു മുന്നണി ഉണ്ടാക്കിയത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും അധികം കക്ഷികൾ ചേർന്ന ഒരു മുന്നണി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത് 2 പ്രധാന മുന്നണികളാണ്. ഒന്ന്, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുൻപേ ഉള്ള NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നറിയപ്പെടുന്ന ഒരു മുന്നണി ഒരു ഭാഗത്ത്. ആ മുന്നണിയിൽ BJP ഒഴിച്ചാൽ വളരെ വളരെ ശുഷ്കമായ ചില രാഷ്ട്രീയ കക്ഷികൾ മാത്രമേ ഉള്ളൂ. താരതമ്യേന യാതൊരു രാഷ്ട്രീയ പ്രാധാന്യമോ ദേശീയ പ്രാധാന്യമോ ഇല്ലാത്ത ചില നാമമാത്രമായ പ്രാദേശിക കക്ഷികൾ. ഉദാഹരണമായി കേരളക്കാരോട് പറയുമ്പോൾ
കേരളത്തിലെ BDJS പോലുള്ള ചില നാമമാത്ര ഘടകങ്ങളാണ് ഈ BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് തന്നെ സമീകരിക്കുന്നതാണ് ശരി. എന്നാൽ മറുഭാഗത്ത് വരുന്ന ഈ INDIA എന്ന മുന്നണിയിലേക്ക് വരുമ്പോൾ അവിടെ മിക്കവാറും ഒക്കെ ദേശീയ പ്രാധാന്യമുള്ള നേതാക്കൾ നയിക്കുന്നതായ രാഷ്ട്രീയ കക്ഷികളാണ്. ഉദാഹരണമായി ബംഗാളിലെ മമതാ ബാനർജി, മഹാരാഷ്ട്രയിലെ ശരത് പവാർ, തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ, ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ്, ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് പോകുമ്പോൾ ഒമാർ അബ്ദുള്ള തുടങ്ങിയതായിട്ടുള്ള ദേശീയ പ്രശസ്തിയുള്ള നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു മുന്നണിയാണ് INDIA എന്ന് പറയുന്നത്. എന്നാൽ ആ INDIA മുന്നണിക്ക് ഈ അടുത്ത സമയത്തുണ്ടായ ആഘാതം, 2 ആഴ്ചകൾക്ക് മുൻപുണ്ടായ ഒരു വലിയ തിരിച്ചടിയാണ്. ഈ മുന്നണി പോരാളിയായി തന്നെ നിന്നു എന്ന് കരുതിയിരുന്ന ബീഹാറിലെ നിതീഷ് കുമാറിന്റെ കാലുമാറ്റം. നിതീഷ് കുമാർ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നയാളാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ മുന്നണിയിൽ ചേർന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ INDIA എന്ന മുന്നണിയുടെ കൺവീനർ സ്ഥാനം പോലും അദ്ദേഹത്തിന് ചുണ്ടിനും കപ്പിനും ഇടയിലാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തെ ആക്കുന്നതിനായി എല്ലാ കക്ഷികളും തീരുമാനിച്ചപ്പോൾ ചെറിയ ഒരു അപശബ്ദം ഈ കാര്യത്തിൽ പുറപ്പെടുവിച്ചത് ബംഗാളിലെ മമതാ ബാനർജിയാണ്. ആ മമതാ ബാനർജി പുറപ്പെടുവിച്ച അപശബ്ദത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടത്. അതിനെ തുടർന്ന് അദ്ദേഹം അസ്വസ്ഥനായി. മാത്രവുമല്ല, ശ്രീ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ പാരമ്പര്യം വളരെ സരസമായി പ്രതിപക്ഷ മുന്നണിയിലെ മറ്റു കക്ഷികൾ പറഞ്ഞത് ഓന്തിനെ പോലും വെല്ലുവിളിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് ശ്രീ നിതീഷ് കുമാർ എന്നാണ്. കാരണം കാലുമാറ്റത്തിൽ അദ്ദേഹം കുപ്രസിദ്ധനാണ്. ഇപ്പോൾ 9ാം പ്രാവശ്യം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ മുന്നണിയിലാണ്. അങ്ങനെ ഒരാളിനെ വിശ്വാസ്യതയിൽ എങ്ങനെ എടുക്കാനായി സാധിക്കും? അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഉപാധിയായി കണ്ടുകൊണ്ടാണ് BJP ഇപ്പോൾ ഈ പറയുന്ന വീമ്പ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ഈ പ്രതിപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാലത്തും അധികാരത്തിൽ വരാൻ തക്കതായ ഐക്യമുള്ള ഒരു മുന്നണിയല്ല. അതിനകത്തെ നേതാക്കൾ തമ്മിൽ തന്നെ ഒരു യോജിപ്പുണ്ടായിട്ടില്ല. അവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ പ്രകടമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നു. രണ്ടാമത്തെ ഒരു ഉദാഹരണമായി അവർ എടുത്തു കാട്ടിയത് ശ്രീമാൻ രാഹുൽ ഗാന്ധി നടത്തുന്നതായിട്ടുള്ള ന്യായ ഭാരത് ജോഡോ യാത്രയ്ക്ക് ബംഗാളിൽ ഒരു ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം പ്രവേശനം ആവശ്യപ്പെട്ടപ്പോൾ മമതാ ബാനർജി അത് നിഷേധിച്ചു. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രീ രാഹുൽ ഗാന്ധിയെ വളരെ വേദനിപ്പിച്ചു, കോൺഗ്രസ് പാർട്ടിയെയും വേദനിപ്പിച്ചു എന്ന് പറയാതിരിക്കുക വയ്യ. സഖ്യകക്ഷിയിൽ ഒരു പ്രധാന കക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് ആ സഖ്യകക്ഷിയിൽപ്പെട്ട പ്രധാന കക്ഷി അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന കക്ഷിയുടെ നേതാവിനെ തൻ്റെ സ്വന്തം സംസ്ഥാനത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അനുമതി നിഷേധിച്ചത്. അതും BJP ഭംഗിയായി പ്രചരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പ്രതിപക്ഷ മുന്നണിയിൽ ഇത്തരം അനൈക്യമുണ്ട്. അതുകൊണ്ട് ഈ അടുത്ത സമയത്ത് 48 മണിക്കൂറിന് മുമ്പ് ശ്രീമാൻ നരേന്ദ്രമോദി കടുത്ത ഭാഷയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരിഹസിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇനിയും ഒരു 10-20 കൊല്ലം കൂടെ പ്രതിപക്ഷത്തെ സ്ഥാനത്തിരിക്കാൻ നിയോഗം ലഭിച്ചവരാണ് എന്ന കടുത്ത ഭാഷയിലാണ്. എത്രയധികം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അത് വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ അവർ ഇനിയും വരുന്ന 10-30 വർഷക്കാലം അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നാണ്. ഈ ഒരു പശ്ചാത്തലം എല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോഴാണ് ഈ BJPയുടെ വീമ്പിളക്കൽ പ്രാധാന്യമുള്ളതായി തീരുന്നത്. ശ്രീമാൻ അമിത് ഷായും ശ്രീ നരേന്ദ്രമോദിയും ചേർന്നുള്ള കൂട്ടുകെട്ട് ഇന്ത്യയിൽ ഇപ്പോൾ
എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. അവരുടെ കൂട്ടുകെട്ടിന്റെ എല്ലാ രഹസ്യങ്ങളും അവർക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കൂടെ നിൽക്കുന്ന ആളുകൾക്കും അറിയാം. എന്നാൽ നരേന്ദ്രമോദിയുടെ മുൻപിൽ ഒരു വിമത ശബ്ദം പുറപ്പെടുവിക്കാൻ ആർജവമുള്ള ആരും തന്നെ BJPയുടെ നേതൃനിരയിലോ അണിയിലോ ഇല്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഏകാധിപതിയെ പോലെ അധികാരം കൈയാളുന്ന, ഇപ്പോഴായി അധികാരത്തിന്റെ ധാർഷ്ട്യവും ഹുങ്കും എല്ലാ സന്ദർഭങ്ങളിലും കാട്ടുന്ന ഒരാളായി ശ്രീമാൻ നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. അമിത്ഷാ അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ മുന്നണിയിലുള്ള കക്ഷികളെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം ലഭിക്കുന്നതായ അവസരങ്ങളെല്ലാം അവരെ ആക്ഷേപിക്കുന്നതിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും, മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും സ്ഥായിയായ പരിഹാരം കാണാതെ ആയിട്ട് പോലും കേരളത്തെ പോലെയുള്ള സംസ്ഥാനത്തൊക്കെ വന്ന് കാടിളക്കി പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാ സാധ്യതയും തേടി അവർ വീണ്ടും അധികാരത്തിൽ വരികയും മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടെ ഇന്ത്യയിൽ ഭരണം മൂന്നാം ഊഴം കൈയാളുകയും ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെയും നാം കാണുന്നതായ ഭൂരിപക്ഷ വർഗീയതയൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ട്. ക്ഷേത്രപ്രതിഷ്ഠ, ഗ്യാൻവാബിയിൽ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നതായിട്ടുള്ള ചെറിയ സംഭവങ്ങൾ, ഇതെല്ലാം പൊതുസമൂഹത്തെ നന്നായി ബാധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം കൂടിയായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നതും കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസം ആപത്താണ് എന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മിതമായുള്ള ആത്മവിശ്വാസത്തിൽ ഇരു മുന്നണികളും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 142 കോടി ജനങ്ങളുടെ അടുത്ത ഗവൺമെന്റ് ആരുടേതായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണുക മാത്രമേ മാർഗമുള്ളൂ.